വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യെഹെസ്കേൽ എന്ന വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെഹെസ്കേൽ 22 അധ്യായം 30 വാക്യം. ദേശം നശിപ്പിക്കാതിരിപ്പാൻ മതിൽ കെട്ടി എന്റെ മുൻപാകെ അതിന്റെ നടുവിൽ നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല. ഇന്ന് നാം യെഹെസ്കേൽ എന്ന കർത്താവിന്റെ പ്രവാചകനെ കണ്ടുമുട്ടുന്നു. യെഹെസ്കേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നാണ്. അദ്ദേഹം ഒരു പുരോഹിതനായ ബൂസിയുടെ മകനായിരുന്നു. യെശയ്യാവ്, യിരെമ്യാവ്, ദാനിയേൽ എന്നിവരോടൊപ്പം യെഹെസ്കേൽ മഹാനായ പ്രവാചകന്മാരിൽ കണക്കാക്കപ്പെടുന്നു. ഏകദേശം 22 വർഷക്കാലം അദ്ദേഹം വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചു, കർത്താവിന്റെ വചനം പ്രഖ്യാപിച്ചു. ജനതകളുടെ പാപങ്ങൾക്കായി കാത്തിരിക്കുന്ന ശിക്ഷകളും ന്യായവിധികളും അദ്ദേഹം പ്രവചിച്ചു. ഇസ്രായേലിന്റെയും യെരുശലേമിന്റെയും സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ആലയത്തിന്റെയും അന്തിമ പുനഃസ്ഥാപനത്തെക്കുറിച്ചും അദ്ദേഹം പ്രവചിച്ചു. അവസാന നാളുകളിൽ എതിർ ക്രിസ്തു യെരുശലേമിനെതിരെ വരുമ്പോൾ കർത്താവ് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് വ്യക്തതയോടും വിശദയോടും കൂടെ അദ്ദേഹം വെളിപ്പെടുത്തി. യെഹെസ്കേൽ നെബൂഖദ്നേസർ തടവിലാക്കുകയും ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ദൈവത്തിന്റെ കർശനമായ മുന്നറിയിപ്പുകളും അവന്റെ ആഴമായ സ്നേഹവും അവന്റെ പ്രവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് യെഹെസ്കേൽ 18 അധ്യായം 4 വാക്യത്തിലും, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നെടുത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിങ്ങളെ ഒന്നിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് യെഹെസ്കേൽ 36 അധ്യായം 24 വാക്യത്തിലും പറയപ്പെടുന്നു. കർത്താവ് നിങ്ങളെ ജനതകളുടെ കാവൽക്കാരായി നിയമിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപൗരന്മാരുടെയും രക്തം നിങ്ങളുടെ മേലുണ്ട്. അവരുമായി സുവിശേഷം പങ്കുവെക്കുകയും അവർക്ക് വേണ്ടി കണ്ണീരോടെ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവർക്ക് മറ്റാരാണ് എത്തിക്കുക? അതിനാൽ ആളുകളെ പ്രസാദിപ്പിക്കാൻ ശുശ്രൂഷിക്കരുത്, മറിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുക, ദൈവഹിതം ചെയ്യുക. നിങ്ങൾ നിത്യാനുഗ്രഹങ്ങൾ അവകാശമാക്കും. നാം അന്ത്യനാളുകളിലാണ് ജീവിക്കുന്നത്. യെഹെസ്കേൽ വഴി ഉണങ്ങിയ അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്നതിന്റെ ദർശനം കർത്താവ് വെളിപ്പെടുത്തി. ശവക്കുഴിയിൽ കിടക്കുന്നവർ പോലും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന സമയം അടുത്തിരിക്കുന്നു. തീർച്ചയായും ആ സമയം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥികൾ പോലെ ലോകമെമ്പാടും ചിതറിപ്പോയ ഇസ്രായേൽ ജനത 1948 അവരുടെ മാതൃരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. ഇന്നവർ ഒരു ശക്തമായ ജനതയായി ഉറച്ചു നിൽക്കുന്നു. അതുപോലെ ആത്മീയ ഇസ്രായേൽ എന്ന നിലയിൽ നാമും ദൈവാത്മാവിനാൽ പുനർജീവിപ്പിക്കപ്പെടുകയും നമ്മുടെ കാലിൽ നിൽക്കുകയും കർത്താവിന്റെ വരവനായി നമ്മെ തന്നെ ഒരുക്കുകയും വേണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെഹെസ്കേൽ 37 അധ്യായം 10 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർക്ക് ജീവനുണ്ടായി, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. കേട്ട സന്ദേശപ്രകാരം അതുകൊണ്ട് പാപത്തിൽ മരിച്ചവർക്ക് യേശുവിന്റെ നാമത്തിൽ ജീവൻ നൽകാൻ നാമും വിശുദ്ധരായി ജീവിക്കുകയും യേശുവിനെ പ്രതിഫലിപ്പിക്കുകയും വേണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 9, 10, 11 അധ്യായങ്ങൾ, വൈകുന്നേരം 1 തീമോഥെയോസ് 6 അധ്യായം. ആമേൻ.